ഈ പ്രാവശ്യത്തെ വേൾഡ് കപ്പിൽ ഏറ്റവും ബെസ്റ്റ് അറ്റാക്കേഴ്സ് ഉള്ളത് ഫ്രാൻസിനാണ്. എംബാപ്പെ, ഡെംബലെ, ഡുവെ, ഒളീസെ ബെസ്റ്റ് അറ്റാക്കേഴ്സ് ഉള്ളത്. ഏറ്റവും ബെസ്റ്റ് ഡിഫൻസ് ഉള്ളത് നെതർലാൻഡ്സിനാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് വേറെ ടീമിന്റെ പേരും പറയാനുണ്ടാകും, എന്തെങ്കിലും ആവട്ടെ. പറഞ്ഞു വരുന്നത് ഫുട്ബോളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പൊസിഷൻ അറ്റാക്കേഴ്സിൻ്റെതോ ഡിഫൻഡേഴ്സിൻ്റെതോ അല്ല, അത് മിഡ്ഫീൽഡേഴ്സിൻ്റെതാണ്. മിഡ്ഫീൽഡേഴ്സാണ് ഏറ്റവും പ്രധാനപ്പെട്ട പൊസിഷൻ കൈകാര്യം ചെയ്യുന്നത്. നിങ്ങളുടെ മിഡ്ഫീൽഡേഴ്സിന്റെ കയ്യിൽ നിന്ന് പന്ത് പോയിട്ട് വേണം എതിർ ടീമിലെ അറ്റാക്കേഴ്സിന് ബോളുമായിട്ട് നിങ്ങളുടെ ഡിഫൻഡേഴ്സിന്റെ അടുത്തേക്ക് വരാൻ. നിങ്ങളുടെ മിഡ്ഫീൽഡേഴ്സ് നൽകുന്ന പന്ത് വേണം നിങ്ങളുടെ അറ്റാക്കേഴ്സ് കൊണ്ടുപോയി ഗോളാക്കാൻ. അപ്പൊ കളി മൊത്തം നിയന്ത്രിക്കുന്നത് മിഡ്ഫീൽഡേഴ്സാണ്. ഏറ്റവും ബെസ്റ്റ് മിഡ്ഫീൽഡേഴ്സ് ഉള്ളത് ഞങ്ങളുടെ ടീമിനുമാണ്. ഞങ്ങളുടെ തൊട്ടടുത്ത് വെക്കാൻ പോലും ഒരു ടീമില്ല എന്നതാണ് സത്യം. ഒരു ഭാഗത്ത് ബ്രൂണോ ഫെർണാണ്ടസ്, വിറ്റീനിയ, ബെർണാഡോ സിൽവ, ജാവോ നവാസ്, റൂബൻ നവാസ്. ഈ പേരുകൾ കേട്ടാൽ തന്നെ ചിലപ്പോൾ നിങ്ങളൊന്ന് പേടിച്ചു തുടങ്ങും. ഇത്രയും ബെസ്റ്റ് മിഡ്ഫീൽഡേഴ്സിന്റെ കൂട്ടത്തിൽ ഞങ്ങൾ മുൻപിൽ നെഞ്ചും വിരിച്ച് ഒരു 7 നമ്പറുകാരനും കൂടി ഞങ്ങൾ വെക്കും. ഇന്റർനാഷണൽ ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ച ഫുട്ബോളിലെ ഒരേ ഒരു രാജാവായ സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ. അപ്പോ ഇക്കുറി ഞങ്ങൾ വരുന്നത് അങ്ങ് വെറുതെ പോകാനല്ല. അദ്ദേഹത്തിന്റെ അവസാന വേൾഡ് കപ്പാണ്. എല്ലാത്തിന്റെയും അവസാനം കണ്ട് അവസാനം ആ കപ്പും കൊണ്ട് ഞങ്ങൾ കളം കൂടും. അത്രയേ ഉള്ളൂ. ഇനി അയാൾക്ക് നിയമങ്ങളൊന്നുമില്ല. അയാൾ പറയും, നിങ്ങൾ കേൾക്കും. അത്രയേ ഉള്ളൂ. ഏറ്റവും ബെസ്റ്റ് അറ്റാക്കേഴ്സ് ഫ്രാൻസ് ആണെന്ന് പറഞ്ഞു നടക്കുന്നവരോട്, ഏറ്റവും ബെസ്റ്റ് ഡിഫൻസ് നെതർലാൻഡ്സ് ആണെന്ന് പറഞ്ഞു നടക്കുന്നവരോട്, 5 കപ്പിന്റെ ഹിസ്റ്ററി പറഞ്ഞു നടക്കുന്ന കൂടുതൽ വേൾഡ് കപ്പ് ഉള്ളവർമാരോട്, നിലവിലെ ചാമ്പ്യന്മാരായ ഈ ബാക്ക് ടു ബാക്ക് RCB IPL അടിച്ചു, ബാക്ക് ടു ബാക്ക് UCL PSG അടിച്ചു, അതുകൊണ്ട് ബാക്ക് ടു ബാക്ക് വേൾഡ് കപ്പ് അടിക്കുമെന്ന് പറഞ്ഞു വരുന്ന അർജന്റീനക്കാരോടൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ളത്, അവരോടെല്ലാം ചെന്നു പറ, ഞങ്ങൾ വരുന്നുണ്ട്. ഇന്ത്യ വാട്ടി മിസ് ചെയ്യാതെ. കണക്കുകൾ ഒരുപാട് തീർക്കാനില്ലേ. ഏറ്റവും വലിയ സ്കോഡുമായിട്ടാണ് ഞങ്ങൾ വരുന്നത്. തടയാൻ പറ്റുമെങ്കിൽ നീയൊക്കെ ഒന്ന് തട.